ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ജി കൃഷ്ണകുമാറിന്റെയും മകൾ ദിയ കൃഷ്ണയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 18ലേക്ക് മാറ്റി. ഷീജ നൽകും കൂടുതൽ വിവരങ്ങൾ. ഷീജ, പോലീസ് റിപ്പോർട്ട് എത്താത്തതിനെ തുടർന്നാണ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയതെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളിലേക്ക്. അനന്യ, ഏതായാലും ബി.ജെ.പി നേതാവും നടനുമായിട്ടുള്ള ജി കൃഷ്ണകുമാറിന്റെയും മകൾ ദിയ കൃഷ്ണയുടെയും മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോടതി ഈ മാസം 18ലേക്ക് പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇരുവിഭാഗവും കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും 3 ജീവനക്കാർക്കെതിരെയാണ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തന്നെ 3 വനിതാ ജീവനക്കാർക്കെതിരെയാണ് അവർ നൽകിയിരുന്ന പരാതി. ഇതേ ജീവനക്കാർ തന്നെ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ പരാതി നൽകിയിരുന്നു. ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വിഭാഗത്തിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുന്ന സാഹചര്യം അടക്കമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് റിപ്പോർട്ട് കോടതിയിൽ എത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതും അതിൽ വിധി വരുന്നതും. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് പോലീസ് റിപ്പോർട്ട് എത്താത്ത സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ ഇരുവരുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അത് ഈ മാസം 18ലേക്ക് ഇപ്പോൾ കോടതി മാറ്റിയിരിക്കുന്നത്.